നമുക്കിന്നൊരു ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കിയാലോ. ചപ്പാത്തീൻ്റെ കൂടെ കറി ഈ ഒരു കോമ്പിനേഷൻ വലിയ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും ഇഷ്ടം. ഞാനിത് ചപ്പാത്തി ഇവിടെ റോൾ ചെയ്തെടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് സവോള, പിന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം, ഇത് 2 കളറിലുണ്ട്. പിന്നെ ഒരു കഷ്ണം ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, എല്ലാം കൂടി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനീ പറഞ്ഞ വെജിറ്റബിൾസ് തന്നെ ചേർക്കണം എന്നില്ല, നിങ്ങൾക്ക് ബീൻസ്, ക്യാബേജ് ഇതൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിതൊരു പാനിലേക്ക് ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഇതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്, അതിന് പകരം നിങ്ങൾക്ക് ബട്ടറും യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സവോള ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴറ്റി കഴിഞ്ഞാൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ഒരു 3/4 ടീസ്പൂൺ, കാശ്മീരി ചില്ലി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ, ചില്ലി ഫ്ലേക്സ് ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ഒരു പെരിഞ്ജീരകം പൊടി 1/4 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികൾ ചേർക്കുമ്പം തീ കുറച്ച് വെക്കാൻ ഓർക്കണം. ചിക്കൻ മസാലയും കാശ്മീരി ചില്ലി പൗഡർ മാത്രം ചേർത്താലും മതി, ഇത്രയും മസാല ചേർക്കണമെന്നില്ല. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ എരിവ് നോക്കി മാത്രം യൂസ് ചെയ്യുക. ഇനി വേണ്ടത് സോസുകളാണ്. ഞാൻ സോയ് സോസ് ഒരു 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും വേണം. ഇതും നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇടുക. ഇനി ഇതൊക്കെ കൂടെ പാനിൻ്റെ ഒരു സൈഡിലേക്ക് ആക്കി വെച്ചിട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഇതുപോലെ ഒന്ന് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചപ്പാത്തി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ എഗ്ഗിൻ്റെ കൂടെ നമുക്ക് ചിക്കനും പനീറും ഒക്കെ യൂസ് ചെയ്യാം. കുട്ടിക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ പറ്റിയൊരു ഐറ്റമാണ് ഇത്. ഞാൻ വേറൊരു ദിവസം ചിക്കനും കൂടെ ചേർത്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്